ഗായ്സ് ഞങ്ങളിത് ബീച്ചിലേക്ക് എത്തിയാണ്. അസ്ഥി കൂടെ കിട്ടി. തലോട്ടിട്ട് ഞങ്ങക്ക് നമുക്ക് തലോട്ടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങള് തലോട്ടി പൊക്കി. അനോഷ് ഇതാരുടെ അനോഷ്? തലോട്ടി ആരുടെയാ? ശ്രീഹിര അന്ന് വന്നതാണോ? അന്ന് കൊന്ന് മറ്റേ നമ്മള് എല്ലാരും കൂടി കൊന്നില്ലേ, പീഡിപ്പിച്ചു കൊന്നത്. അത് ഞങ്ങള് കൂട്ടുകാരെ വേണ്ടി ഏറ്റെടുത്തു. സായിജ് പീഡിപ്പിച്ചാണ് ഒരു പെണ്ണിനെ. വ്ലോഗ് റീച്ച് ആവുമ്പോ ഇവര് കൊണ്ടുപോകും പോലീസ്. എന്നല്ല സായിജാണ്, ഞാനല്ല. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ആൽബിൻ വ്ലോഗ് എടുക്കുന്നത്. സ്പോട്ടും ഇത് കുടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ സെറ്റ് ചെയ്ത് ആൽബിൻ. ഒരു ശ്രീഹരിയില്ല. നമ്മ ഇതൊന്നും ഒരു ഡ്രഗ്സ്, നമ്മൾ നോ ഡ്രഗ്സ് സൊസൈറ്റിയാണ് ആഗ്രഹിക്കുന്നത്. നമ്മളുണ്ടല്ലോ നോ ഡ്രഗ്സ് ആണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. കുറച്ച് പിള്ളേർ ഇവരെ പോലുള്ള പിള്ളേരാണ് ഈ സൊസൈറ്റി നശിപ്പിക്കുന്നത്. ഒന്ന് സായൂജ്, ഒന്ന് അനോഷ്. ഹലോ ഗൈസ്, നമ്മളിവിടെ സൺസെറ്റ് കാണാൻ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇത് ആൽബിൻ, അത് അനോഷ്, അത് സായൂജ്. ഞങ്ങൾ റിസോർട്ട് എടുത്തു. ഞങ്ങളിപ്പോ അൺനോൺ ആണ് പ്ലേസ്, അൺനോൺ ആണ്, പറയാൻ പറ്റില്ല. ഹിഡൻ സ്പോട്ട്. ഞങ്ങളിത് എന്താ സ്പോട്ട് കാണിച്ചു തരാം. ഞങ്ങൾ കിടിലം വ്യൂ. എല്ലാവരും അയ്യോ, ഇതാണ് സൺസെറ്റ് ആവാൻ വേണ്ടി നോക്കിക്കാണ്. സായിജ് പറയണ സായിജിന് സെറ്റ് ആവണം സണ്ണായിട്ട്. അത് ഞാൻ നോർമലി എങ്ങനെയായോണ്ടാണ്. ഹലോ ഗൈസ്, ഞങ്ങള് തിയേറ്ററിലെത്തി. നേരത്തെ വ്ളോഗ് ബാക്കി എടുക്കാൻ പറ്റിയില്ല, ഫോണിൽ ചാർജ് കഴിഞ്ഞു. അപ്പൊ ഞങ്ങളിത് ഇപ്പോൾ തിയേറ്ററിൽ എത്തി. എൻ്റെ ഒപ്പം വ്ളോഗ് എടുക്കുന്നത് ശ്രീഹരി, എൻ്റെ ഒപ്പം ആൽബിൻ. ഞങ്ങൾ മൂന്നാർ ട്രിപ്പ് പോവാണ്. ഞങ്ങൾ ഒറ്റമൈലിൽ ട്രിപ്പ് പോവാണ് മൂന്നാർ. ലെറ്റ്സ് ഗോ. സിനിമ മൊത്തം കാണില്ല. സിനിമ കാണാണ്ട് ഞങ്ങൾ പകുതി കണ്ടിട്ട് ഞങ്ങൾക്ക് ഒറ്റമൈല് തോന്നുമ്പോ നാളെ മൂന്നാർ വെച്ച് കാണും. ഗൈസ് ഹലോ, ഞങ്ങള് സിനിമ കാണാൻ ചക്രം വാങ്ങിച്ചിട്ടുണ്ട്. ചക്രം നല്ല ക്രിസ്പി ചക്രം. ചക്രം എങ്ങനെയുണ്ട്? അവൻ പറയണു അവന്റെ ചക്രത്തിന്റെ അത്ര പോരാ. അത് ഇക്കാ പോയി പറയണു. ആൽബി പറഞ്ഞിട്ട് വന്ന തിയേറ്ററാണ് മൂഞ്ചി തിയേറ്റർ. ലൈറ്റ് മാത്രമല്ലോ, ഒരു കാര്യമില്ലാത്ത തിയേറ്ററിലാണ് വന്നത്. ഈ തിയേറ്ററിനെ പറ്റി എന്താ പറയാനുള്ളത്? മൂഞ്ചി തിയേറ്റർ, ഒന്നും കാണാനില്ല. സോറി, തെരൊന്നും വിളിക്കാൻ പാടില്ല ഗൈസ്. ഫോൺ ചാർജ് ആയിട്ടില്ല. സായിജുണ്ട്. സായിജിന്റെ 12 മണിക്ക് പോകണം. അത് വേറെ കേസ്. സായിജിന്റെ വീട്ടിലെ സീനായി. 12 മണിക്ക് കാരണം വീട്ടില് അത് ഭയങ്കര പ്രശ്നമായി. സായിജിന് ഇപ്പൊ പോണം. അത് വേറെ കേസ്. സായിജ് നമ്മുടെ അടുത്ത് പറയണില്ല. ഞങ്ങള് മൂന്നാർ ഇന്ന് പോകേണ്ട വാക്ക് പറയും. ഇന്നാളെ തരും. മൂന്നാർ പോകണ്ട, നമുക്ക് കൊടൈക്കനാൽ പോവാം. കൊടൈക്കനാൽ ഫസ്റ്റ് പോവാം ഗൈസ്, അല്ലേ? നിങ്ങൾ പറയൂ, നിങ്ങൾ പറഞ്ഞിട്ട് നമ്മള് പോവും ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ഓണത്തിന്റെ വെക്കേഷനിലാണ്. ഓണപരിപാടിക്ക് ഞങ്ങൾ ഗംഭീരാക്കി. ഓണത്തിനെ കുറിച്ച് ചോദിക്കാൻ സ്ത്രീക്ക് നമുക്ക് കൈമാറും. ഓണത്തിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞ അലമ്പൊക്കെ ഉണ്ടായല്ലോ. ഓണം നല്ല അലമ്പുണ്ടായി. അലമ്പിനുള്ളതൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കും. അത് ഒന്നും മറന്നിട്ടില്ല രാമ. ഒന്നുകൂടെ ബാക്കി. ഇടി മൊത്തടി ഇടിച്ച് തൂറ്റാക്കും. ഇടി പുറത്തുനിന്ന് ഞാനൊരു ഗുണ്ടനെ ഇറക്കിണ്ട്. ഗുണ്ടുള്ള ആവശ്യമൊന്നുമില്ല, ഒറ്റയ്ക്ക് ധൈര്യമുള്ളവരാ. പുറത്തുനിന്ന് ഞങ്ങളൊരു ഗുണ്ടനെ ഇറക്കിണ്ട്. ഗുണ്ടയുടെ ഒരു ബുള്ളറ്റ് പോയിരിക്കാണ്. അത് കാര്യമായിട്ട് ഇരിക്കണ്ട. 2 ഉണ്ടല്ലോ, 1 ഉണ്ട പോയി. വില ഉണ്ട കൊടുക്കാണ്ടെങ്കിൽ പറഞ്ഞോളൂ. സർജറി കഴിഞ്ഞിരിക്കുകയാണ് ഗുണ്ടയുടെ ഉണ്ട പോയി എടുക്കണു. സർജറി കഴിഞ്ഞിട്ട് കുണ്ടും കുഴിയൊന്നും ചാടാൻ പറ്റില്ല. ഉണ്ട തെറിച്ചു. ഉണ്ട പോയ ഉണ്ട. സായിജിന് 2 വാക്ക് പറഞ്ഞേ. ഹലോ, അസ്സലാമു അലൈക്കും മെഹബൂബ.
ഹലോ ഗൈസ്, സിനിമ ഹാഫ് ടൈമായി. സിനിമ കൊള്ളാം, ഹാഫ് ടൈം വരെ കലക്കി. അടിപൊളി പടം, കിടിലൻ പടം. നമുക്ക് റിവ്യൂ ചെയ്യും. ചേട്ടാ സിനിമ എങ്ങനെയുണ്ട്? സിനിമ കിടിലൻ. സിനിമ അടിപൊളി തന്നെ എല്ലാവരും പറയണേ. നമുക്ക് പുറത്താണ് റിവ്യൂ ചോദിക്കാം. ഹാഫ് ടൈം ആയിട്ടുള്ളൂ. ഹാഫ് ടൈം വരെ അടിപൊളി പടം. ഹാഫ് ടൈം വരെ അടിപൊളി പടം അല്ലേ അനോഷ് എന്താ പറയുക? സാധനം പൊട്ടിച്ച പൊന്ന്. ഇവനൊന്ന് പൊട്ടിക്കാൻ കിട്ടാവോ? അല്ല അങ്ങനെയല്ല, അങ്ങനെ ആൾക്കാർ ചോദിച്ചു. സിനിമ അഭിനയിക്കാൻ വിളിച്ചതാ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. നമുക്ക് എന്റെ കാലുണ്ട് മൂന്നാം കാല്. അതില് പൃഥ്വിരാജ് മൂത്ര വയ്ക്കുമ്പോ അതിന്റെ അപ്പുറത്ത് മൂത്ര വയ്ക്കുന്ന പൃഥ്വിരാജിന് പിടിച്ചു കൊടുക്കുന്ന പോലെ. അതെന്റെ കൈയാണ്. എവിടെ നോട്ടെ ഗൈസ്, എല്ലാവരും സീട്ട് വലിക്കുന്നുണ്ട്. അനൂഷ് സീട്ട് വലിക്കാൻ പോയി. ഞങ്ങളുടെ കൂട്ടത്തിൽ അനൂഷ് സീട്ട് വലിക്കാൻ പോയി. ഞങ്ങൾ പോയില്ല. നമുക്ക് ആ പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മള് മാറിക്കണു. ഫുള്ളി സിന്തറ്റിക് എന്നാണ് ഇവൻ പറയണേ. നിങ്ങൾ ഇന്നലെ പൊട്ടിച്ച എന്റെ പൊന്നൊരു പണവിടെ കുറയാതെ അവരുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ഈടടുത്തത് പൊട്ടും ഇവന്റെ നെഞ്ചത്ത്.